വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ എല്ലാവരെ പോലെയും അവരുടെ മോചനം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഉള്ളത്. ഇവിടെ ജാതിയോ മതമോ ഹിന്ദുവോ മുസ്ലിമാനോ ക്രൈസ്തവനോ എന്നില്ല. ആരായാലും അബ്ദുറഹ്മാൻ്റെ വിഷയത്തിലും ഇതുതന്നെയാണ് നമ്മുടെ ആവശ്യം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണുള്ളത്. അതൊരു രാജ്യത്തിൻ്റെ നീതിയാണ്, വ്യവസ്ഥതയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തും നീതി ന്യായ വ്യവസ്ഥയുണ്ട്. അത് നടപ്പാക്കപ്പെടണം. എന്നതുപോലെ ഏത് രാജ്യത്തിൻ്റെയും നീതിന്യായ വ്യവസ്ഥ നടപ്പാക്കപ്പെടേണ്ടതാണ്. ഈ അടുത്ത് ചീഫ് ജസ്റ്റിസായിരുന്ന കമാൽ ഭാഷയുടെ ഒരു വീഡിയോ കാണാനിടയായി. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വല്ലായ്മയോട് കൂടി മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. യമനിൽ വെച്ചുണ്ടായ ഒരു സംഭവത്തിൽ ഇപ്പോൾ നിമിഷപ്രിയ കസ്റ്റഡിയിലാണ്. അവരെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. കോടതി അവരെ ശിക്ഷിച്ചു. അതിൻ്റെ മുകളിൽ അപ്പീൽ കൊടുത്തു. അപ്പീൽ തള്ളിപ്പോയി. ഇപ്പോൾ അവസാനമായിട്ട് ഇവർ ആ കുടുംബമായിട്ടൊക്കെ ആലോചനയൊക്കെ നടന്നു. നിമിഷപ്രിയയുടെ അമ്മയൊക്കെ പോയി ഒരുപാട് ശ്രമിക്കുകയും അതിനുവേണ്ടി ഒരുപാട് നടക്കുകയൊക്കെ ചെയ്തു. കുറേ ആളുകൾ അതിൻ്റെ പിന്നിലുണ്ട്. എന്ന് വെച്ചാൽ അവരെ ഈ സ്ത്രീയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു മാർഗം ആളുകൾ നോക്കുന്നുണ്ട്. പക്ഷേ അത് വിജയം കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ കുടുംബക്കാർ ഇതുമായിട്ട് അടുക്കുന്നില്ല, അവരൊരു ഒത്തുതീർപ്പിന് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ആ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടുകൂടിയാണ് അവിടുത്തെ പ്രസിഡന്റ് ഇപ്പോൾ ഈ വധശിക്ഷയ്ക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. അതാണ് അൾട്ടിമേറ്റ് അതോറിറ്റി, അവിടെ പ്രസിഡന്റാണ്. അവിടെ എന്നൊക്കെ പറഞ്ഞ ആ രാജ്യം എന്നൊക്കെ പറയുന്ന ഒരു ഭരണത്തിലൊരു സ്റ്റെബിലിറ്റി ഒന്നും ഉള്ള ഒരു രാജ്യമൊന്നുമല്ല യമൻ എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല അവിടുത്തെ നിയമ നീതി ന്യായ സംവിധാനങ്ങളെന്നൊക്കെ പറയുന്നത് ഒരു പരിഷ്കൃതമായ ഒരു സംവിധാനം ആണ് എന്ന് നമുക്കൊരിക്കലും പറയാനും പറ്റുന്നില്ല. കാരണം അത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. വലിയ ശരിയായ വിചാരണയോ അതൊന്നും വരുന്നില്ല. തെളിവ് ഈ സ്ത്രീ മൂലം അവരുടെ ഒരു പങ്കാളിയായിട്ട്, ബിസിനസ് പങ്കാളിയായിരുന്ന ഒരു യമൻ പൗരൻ, അയാൾ കൊല്ലപ്പെട്ടതാണ് പ്രശ്നം. അയാൾ കൊല്ലപ്പെട്ടു. അത് ഇവർ എങ്ങനെ കൊന്നെന്നോ അല്ലെങ്കിൽ ഇവരാണോ അതെന്നോ ഉള്ളതോ നമുക്കറിയില്ല. ഇനി ആണെങ്കിൽ പോലും ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന കൊടുക്കാം. കാരണം എന്തോ പറ്റിപ്പോയതായിരിക്കാം ചിലപ്പോൾ അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അത് ശരിയായ തെളിവ് വരുന്നില്ല, ഇവരല്ല എന്നുള്ളത്. ഇപ്പോൾ കമാൽ ബാഷ് സാറ് പറയുന്നത് യമൻ സ്റ്റെബിലിറ്റി ഉള്ള രാജ്യം അല്ല എന്നാണ്. എന്നാൽ പിന്നെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു രംഗം ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടോ. ഷാൻ വധക്കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടി. പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. ഇപ്പോൾ നിങ്ങൾ ഈ സ്റ്റെബിലിറ്റി കണ്ടല്ലോ. അത് ഏത് രാജ്യത്തെ സ്റ്റെബിലിറ്റി ആണെന്ന് ഞാൻ പറയാം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്ത് സാറ് പറഞ്ഞത് അവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതികൾ പരിഷ്കൃതം അല്ല എന്നാണ്. അപ്പോൾ പിന്നെ പരിഷ്കൃതമായ ഒരു നീതിന്യായ വ്യവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഒന്ന് കണ്ടോ. സമാജ്വാദി പാർട്ടി മുൻ MP ആദിഖ് അഹമ്മദും സഹോദരനും വെടിയേറ്റു മരിച്ചു. കൊല്ലപ്പെട്ടത് പ്രയാഗ്രാജിൽ. UP-യിലെ അധോലോക നേതാവ് കൂടിയായ അദീഖ് നിരവധി കൊലക്കേസുകളിൽ പ്രതിയാണ്. അദീഖിന്റെ മകനെ കഴിഞ്ഞ ദിവസം UP പോലീസ് ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയിരുന്നു. സാറേ, ഈ നീതിന്യായ വ്യവസ്ഥിതി, നീതിയും ന്യായവും ഒക്കെ തെരുവിലാണ്. നല്ലൊരു പരിഷ്കൃതമാണ് ഇല്ലേ സാറേ? ഇനി അടുത്തത് സാറ് പറഞ്ഞത് പെണ്ണാണെന്ന ഒരു പരിഗണന അവർ നൽകേണ്ടതാണ് എന്നാണ് സാറ് പറഞ്ഞത്. ഇതുപോലെ അതൊന്ന് കാണിക്കാം. അത് നിങ്ങൾ കണ്ടോ. കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 11 പ്രതികളും ജയിൽ മോചിതരായിരിക്കുകയാണ്. 2008-ലാണ് 11 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നത്. 15 വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മോചനം അനുവദിച്ചിരിക്കുന്നത്. ഗുജറാത്ത് കലാപത്തിൽ ഏറ്റവും ക്രൂരമായ ആക്രമണമായിരുന്നു ബിൽക്കിസ് ബാനുവിനും കുടുംബക്കാർക്കുമെതിരെ നടന്നത്. രസകരമായ കാര്യം, സാറ് 3.5 മണിക്കൂറത്തെ ഒരു ഫിലിം കണ്ടിട്ടാണ് ഇതെല്ലാം മനസ്സിലാക്കിയത്. നാം ധരിച്ചിരിക്കുന്നതിലുള്ള ആയിരക്കണക്കിന് ഹോളുകൾ മറന്ന്
മറ്റുള്ളവൻ്റെ ഹോളുകൾ അന്വേഷിച്ചു പോകുന്ന ഒരവസ്ഥ വളരെ ദുഷ്കരമാണ്. താങ്കൾ ജഡ്ജായിരുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് ബാബരി മസ്ജിദിൻ്റെ വിധി പുറപ്പെടുവിച്ചത്. താങ്കൾ ജഡ്ജായിരുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് മുൻ സമാജ്വാദി MP ആയിരുന്ന ആതിഖ് അഹമ്മദിനെ പരസ്യമായി വെടിവെച്ചു കൊന്നത്. അങ്ങനെ എത്രയെത്രയോ കേസുകൾ മുസ്ലിമാണെന്ന പേരിൽ തല്ലിക്കൊന്നതും ഇന്ത്യ എന്ന മഹാരാജ്യത്താണ്. സാറിന് ഞാൻ പഠിപ്പിക്കുകയോ ഉപദേശിക്കുകയോ ഒന്നും അല്ല. ഇത് മനസ്സിലാക്കണം, മറ്റു സമൂഹങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ നീതി ന്യായ വ്യവസ്ഥ അത് നടപ്പാക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ നിമിഷപ്രിയ എന്ന സഹോദരി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് മോചനം കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ റബ്ബ് തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.